ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ നമ്മുടെ ഒളിമ്പ്യൻ വന്നിരിക്കുമ്പോ ഞങ്ങള് വെറുതെ ആന ഉറുമ്പും പന്തയം വെക്കണ പോലെ വെറുതെ ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ട് ഒരു കുട്ടി ഗെയിമിലേക്ക് നമ്മൾ പോവാ. അപമാനിക്കാന്ന് ഒരിക്കലും തോന്നരുത് കേട്ടോ. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന കോമഡി വേർഷൻ അല്ലേ. അപ്പം ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു കുട്ടി ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോണേ. ഈ ഗെയിമിന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു പേരിട്ട് തരുമോ? ഇന്ന് ഞാൻ രാജിവെച്ചു. ഗെയിം എങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം, എന്നിട്ട് ഒരു പേരിട്ട് തന്നാ മതി. പൊട്ടക്കുളത്തിൽ വീണ പൂച്ച. ഓക്കെ, ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറയാം. ഇന്ന് ഞാൻ പേര് പറയൂല കേട്ടോ. അതായത് ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, അങ്ങനെ 2 ടീമിൽ നിന്ന് 2 പേരാണ് വന്നിട്ടുള്ളത്. മീൻസ് ഓരോരുത്തരും. അപ്പം ടോട്ടൽ 2 പേര് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ട് അവിടെ ഒരു സ്മൈലി ബോൾ ഉണ്ട്. അതായത് ഈ പിരമിഡ്സിൽ കൂടെ സിക്സാഗ് പോലെ നിങ്ങൾ ഇങ്ങനെ തട്ടി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഇപ്പൊ ജസീൽ ഇവിടെ വരുന്നു. ജസീലയുടെ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ വന്നിട്ട് ഇവിടേക്ക് ഗോൾ അടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ബിൻചേട്ടൻ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ കേട്ടോ. ഇപ്പൊ കാണാം, ബിൻചേട്ടനാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഗോൾ അടിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾ പ്ലേസ് ചെയ്യുന്ന ഗോൾ അടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. സോ മൂവിംഗ് ഓൺ ടു ദ ഗെയിം. എന്താ ഗോൾ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ട് ഔട്ട്സ് വിളിക്കാം. സോ ക്യാപ്റ്റൻ തന്നെ പറയണേ, ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ തന്നെ ഇവിടെ പറയണം. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഷൂട്ട് ഔട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വൃത്തിയുള്ള ഒരു പേര്. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗെയിം നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. തുടങ്ങിയാലോ? ഏതെങ്കിലും ഒരു ടീം ഇപ്പൊ സെലക്ട് ചെയ്യാൻ പറ്റുമോ? മഞ്ഞയോടെ ആയിരിക്കും ചായവ് എന്ന് നമുക്ക് അറിയാം. അടി കിട്ടാൻ വേണ്ടി ഞാൻ ബിനിച്ചേട്ടന്റെ കൂടെ. അതിൽ പറഞ്ഞൊരു പഞ്ച് ഡയലോഗ് ഉണ്ട്, ഒന്നും കൂടെ ആവർത്തിച്ച് പറയൂ. ആയിക്കോട്ടെ. അടി കിട്ടാൻ വേണ്ടി ഞാൻ ബിനിച്ചേട്ടന്റെ കൂടെ. എന്നാലും നിന്നതാരുടെ കൂടെ? ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു തത്വം ഞങ്ങൾക്ക് നവ്യേന മതിയേ അടി കിട്ടാതിരിക്കാൻ. അതിനെപ്പറ്റി ഇന്ത്യൻ ടീമിന് പോലും ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. ഇന്ത്യൻ ടീമിന് ശ്രീജ ചേട്ടൻ റപ്പ് ചെയ്യുന്നത് ബിനു ചേട്ടന്റെ ടീമിനെയും അതുപോലെ തന്നെ നവി ചേച്ചി റപ്പ് ചെയ്യുന്നത് നമ്മുടെ സുധി ചേട്ടന്റെ ടീമിനെയും. ഈ കളി കണ്ടിട്ട് വേണം അടുത്ത കൊല്ലം അടിമാലിനെ ഇന്ത്യൻ ടീമിലോട്ട് വിളിക്കാൻ. നന്നായിട്ട് കളിക്കണം. ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയണേ. അതിനുള്ള സെലക്ഷൻ റൗണ്ടാണിത്. മെഡലുമായിട്ട് വന്ന് വരുമ്പോ ആ മെഡലൊന്ന് പണയം വെക്കാൻ തരുമോ, ഒരു പൈന്റ് മേടിക്കാനെന്ന് ചോദിച്ചാൽ എന്റെ പുറകെ വരരുത്. വിളിച്ചാൽ പോവല്ലേ കളി കണ്ടിട്ട്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്, വെരി ഗുഡ് ബിൻചേട്ടാ, സൂപ്പർ. സെലക്ഷൻ പൊളിച്ച് സെലക്ഷൻ. അവിടെ എത്തിയിരുന്നു വെയിറ്റ് ചെയ്യും. അവിടെ എത്തിയിരുന്നു വെയിറ്റ് ചെയ്യും. അടിമാലി നീ അടിപൊളിയാ. അടിമാലി നോക്കിയടിക്ക്. ഈസി ആടോ, ഈസി. സൂപ്പർ അടിമാലി, കമാൻ അടിമാലി. അയ്യോ, പോയില്ല. നിനക്ക് എന്തോ പറ്റി? എന്തിനാ നീ തിരിച്ചു പോയത്? അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് കളി. ബിനിച്ചേട്ടാ വലതേ താഴ്ത്ത് പിടിക്കുക. അടിമാലി ബോളുമായിട്ട് പോകുമ്പോഴേ 2 ലഡു ഉരുണ്ട് പോണ പോലെ തോന്നുന്നു. നോക്കിയേ. ശ്രീജേഷനോട് വേണമെങ്കിൽ ചോദിക്കാട്ടോ, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലേ ബിൻചേട്ടാ ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടും. ടിപ്പ് കിട്ടും. ബിൻചേട്ടാ കുറച്ചുകൂടെ ലെഫ്റ്റ് പോട്ടെ.
ടീം മെമ്പർ ഇറങ്ങി. ഷിയാസ് വെരി ഗുഡ് ജസീല, 2 points. എടാ സാധനം കരൂരുണ്ടെന്ന് വെച്ചേട്ടാ. Okay, so game കഴിഞ്ഞിരിക്കുകയാണ്. So special mention ജസീല and ശശു കാരണം 3 points നേടിയെടുത്തിട്ടുള്ളത് ഇവരുടെ ടീമാണ്. നവി ചേച്ചി എന്തായാലും ശ്രീദേശയുടെ പറഞ്ഞ പോലെയാണ് കേട്ടോ. കാരണം ചേട്ടൻ അടി കിട്ടുമ്പോ താങ്ങായി തണലായി കൂടെ ഉണ്ടാവും എന്നുള്ളത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടീമിനെ കാണുമ്പോൾ അറിയാം ടീമിന്റെ ക്വാളിറ്റി. അങ്ങനെയല്ല, ഞാൻ കളിയാക്കി പറഞ്ഞത് ഇവിടെ നോക്കുമ്പോ ഒരു പ്രൊഫഷണൽ ഹോക്കി പ്ലെയർ ഉണ്ട്. പുള്ളിക്കാരത്തി 5 അടിച്ചതില് 3 ഗോൾ ആകുമ്പോഴും ഹോക്കി ഇതുവരെ കളിക്കാത്ത ബിനിച്ചേട്ടൻ 3 അടുത്ത കട അടിച്ചല്ലോ. ആ ഗോൾ പോസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടു പോയേനെ അല്ലേ? ഇച്ചിരി ചെറുതായി പോയത്. ഇച്ചിരി വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചെയ്യാം. ശ്രീജിഷേട്ടൻ എന്തെങ്കിലും ടിപ്പും അവിടെ ഇരുന്നിട്ട് കുറെ ടിപ്സ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ശ്രീജിഷേട്ടാ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കുട്ടി ഗോൾ പോസ്റ്റിൽ വന്നിട്ട് ഒരു ഗോൾ അടിച്ചാലോ? ശ്രീജേഷ് പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ ഹോക്കി കളിക്കാം. ഒളിമ്പ്യൻ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വന്ന് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. കൂടെ നമ്മുടെ ചേച്ചി ഉണ്ട്. ചേച്ചിയുടെ ഭാഗ്യാണെന്ന് വേണം ചേച്ചി കരുതാനായിട്ട്. തൊട്ടടുത്ത് നിന്ന് അതും ഒരു ഒളിമ്പ്യന്റെ കൂടെ അല്ലേ? എനിക്ക് ഒരു നാണവമാനവും ഇല്ലല്ലോ. പക്ഷെ കോൺഫിഡൻസും തൊലിക്കട്ടിയാണ് നമ്മള് ചേച്ചിക്ക് ആകുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എങ്ങാനും ഗോൾ അടിച്ച് തോറ്റുപോയാലും കുഴപ്പമില്ല, ഹോക്കി പ്ലെയറിന്റെ കൂടെയാണല്ലോ തോറ്റത്. ഇനി ഞാൻ തോറ്റ എന്റെ അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഇല്ല, അന്നേരം ഞാൻ പറയും സെലിബ്രിറ്റിക്ക് വേണ്ടി തോറ്റു കൊടുത്താന്ന്. രക്ഷയില്ലട്ടോ, ഭയങ്കര പൊളിയാണ്. അതെ, ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ വീട്ടിലെ നീ ഇവിടുന്ന് പോവണ്ട. കാട്ടേടിയൊക്കെ കൊണ്ട് ഇവിടെ തിരിച്ചേണ്ട കൂടെ കുടിക്കഴിഞ്ഞാൽ അതെന്തായാലും ഉറപ്പാ. അത് പ്രതീക്ഷ. ഞാനും എന്റെ പാടെ കൊണ്ട് വരേണ്ട ഒരു അവസാനം. എനിക്കും കൂടെ 2 ഓക്കെ, ഈ ഗെയിം കഴിഞ്ഞു. ഈ ഗെയിം കഴിഞ്ഞപ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് കുസു ആൻഡ് ടീം. ദാറ്റ് മീൻസ് ആൻഡ് ടീം. നേരത്തെ എങ്ങനെ പറഞ്ഞ ഓട തുറക്കുമ്പോ ഏതാ വരുമെന്ന് പറഞ്ഞ അങ്ങോട്ട് ആ കൊതുക് നിന്നെ വന്ന് കൊത്തിയാണ്. ആ കൊതുക് വന്ന് കൊത്തിക്കഴിഞ്ഞാൽ ഡെങ്കി വരും, എന്തൊക്കെ പനി വരും. അതാണ് ഈ മഞ്ഞിട്ടേക്കണത്. പക്ഷെ നിന്നെ കടിച്ച കൊതുക് ചത്തുപോകും. പിന്നെ ചേട്ടൻ നേരത്തെ നിന്നിരുന്ന കോട്ടൺ എന്ന് പറയുന്നത് ഇവിടെയല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ശ്രീജേഷേട്ടൻ ഇവിടെ ആവാം. നമുക്ക് ഈ ഗോൾ പോസ്റ്റ് ആവാം. ചേട്ടാ നമുക്കൊന്ന് കറങ്ങിയാലോ? കറങ്ങാൻ പോകാൻ ഇഷ്ടമാണോ? ഓക്കെ, കറങ്ങാൻ പോകാൻ ഇഷ്ടം. എന്നാ ഞാൻ കറക്കാൻ പോവാ. ഓക്കെ, സോ കൗണ്ട് ഡൗൺ. അനു അവിടെ കറക്കിക്കോളൂ പ്ലീസ്. കറങ്ങാനോ? ഒന്നുമില്ലായിരുന്നല്ലോ. അയ്യോ, ഹലോ, എന്താ നോക്കിയിരിക്കണേ? ഓട്. സിമ്പിളായിട്ട് തൊട്ടു കൊടുക്കുന്നേ ഉള്ളൂ. ഞാനും എന്റെ ടീമിൽ സിമ്പിളാ. അയ്യോ, ഓ മൈ ഗോഡ്, അയ്യോടാ. എന്നാടാ കുതിരയോ? അരമണിക്കൂറായി തീർന്നിട്ടില്ല. മാറി ആരൊക്കെയുണ്ട്? പക്ഷേ രണ്ടുപേരും കൃത്യം ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഗുഡ് ജോബ്. ആദ്യം ചേട്ടനായിരുന്നു. ചേട്ടന് വലിയ കടി കൊടുക്കാണ്. അല്ല, ശരിക്കും പറഞ്ഞ
എന്റെ ജോലി ഗോള് തടുക്കുക എന്നുള്ളതാണ്. അല്ല. അതുകൊണ്ടാണ് ഗോൾ പോസ്റ്റ് അടിക്കാത്തത്. അതെ, പക്ഷേ അതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ബിനിച്ചേട്ടൻ അടിക്കാത്തത്. അതെ ഞങ്ങളുടെ ടീം ഞങ്ങൾ ഗോൾ കീപ്പേഴ്സ് വേണ്ട രീതിയിൽ കണ്ടിരിക്കണം. ഗോള് കയറുന്ന ഇഷ്ടമല്ലല്ലോ. അതെ ഇത് തടുക്കുന്ന ഈവന്റ് ആയിരുന്നു ഞങ്ങൾ ജയിച്ചേനെ. യെസ്. ഓക്കെ, അപ്പൊ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് നല്ല പറഞ്ഞാൽ? എക്സ്പീരിയൻസ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് അതിന്റെ അറ്റത്ത് വരെയെങ്കിലും തട്ടിയല്ലോ. അല്ല സത്യം പറഞ്ഞ ഓരോ പ്രാവശ്യം ബോൾ പോയപ്പോ എന്റെ നെഞ്ചിരിക്കണം. ദൈവമേ അകത്ത് പോവല്ലേ. ഡയലോഗ് സെലിബ്രിറ്റിക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തതാണ് പറയാനായിട്ട് സേവ് വരെ എത്തി അല്ലേ? ഞാൻ പറഞ്ഞു വന്നേളൂ. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് പലയിടത്തും പോകുമ്പോൾ ഈവൻ പ്രൈം മിനിസ്റ്റർ ചോദിച്ചു ഈ ഗോൾ പോസ്റ്റിന് മേളിൽ കയറിയപ്പോൾ എന്താണ് ഫീൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഗോൾ പോസ്റ്റ് എൻ്റെ സുഹൃത്താണ്. അപ്പൊ ചില സന്ദർഭങ്ങളുണ്ട് കളികൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തോക്കാറോ അല്ലെങ്കിൽ 1-0 എന്നൊക്കെ പറഞ്ഞ സമയം അപ്പോൾ ഒരു ബോൾ ഗോൾ പോസ്റ്റിൽ അടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടോ. ഓ ഗോള് കയറിയല്ലോ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഇന്ന് ആശ്വാസമായിരുന്നു. സത്യം പറഞ്ഞ ചേച്ചി അടിച്ചു അകത്ത് പോയില്ല ആശ്വാസം. സ്റ്റാർ മാജിക്കിന്റെ ആ ഒരു ഫ്ലോറിൽ നിന്ന് അങ്ങനൊരു ഇങ്ങനൊരു ഫീലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ. എൻജോയ് ചെയ്തോ? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അടിപൊളി. കാരണം ഞാൻ അവിടെ നിന്ന് നവിച്ചൊരു പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്കിപ്പോൾ ഈസി ആയിട്ട് തോന്നും. ഷിയാസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും കാരണം ഇത് കുനിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ നടുവിന് വേദന വരും. ഞാൻ അങ്ങോട്ട് വിനിച്ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു ചേട്ടാ കുഴമ്പ് മേടിച്ചോ വൈകുന്നേരം ചിലപ്പോൾ വരും. പക്ഷെ പുള്ളി സ്ട്രോങ് ആണ്. അവിടെ ഉണ്ടല്ലോ അടിച്ചടിച്ച് സ്ട്രോങ് ആക്കി ബാക്ക് മൊത്തം. ട്രിപ്പിൾ സ്ട്രോങ് ആണ്. അപ്പോ നമ്മളിപ്പോ ഗെയിം ഒക്കെ കളിച്ചു. ശരിക്കും ഒരു ഫൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയെ പറ്റി പറഞ്ഞു, ഒളിമ്പിക്സിലെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. ഇന്ന് നവ്യ ചേച്ചി ആണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് താനും അല്ലേ? അപ്പൊ ഈ ചേച്ചിയിലേക്കുള്ള ചോദ്യം അല്ല കേട്ടോ. ശരിക്കും എങ്ങനെയാണ് ഫിലിം ഒക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? ഫിലിം പാഷനേറ്റ് ആണോ? ഉറപ്പായിട്ടും സിനിമകൾ ഞാൻ നവി ചേച്ചിയോടൊന്ന് പറയായിരുന്നു. ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് ബാക്കി എല്ലാവരെ കുറിച്ച് പറഞ്ഞ ചേച്ചിയോട് പറയുന്നതിലൊന്നും. അപ്പം എനിക്ക് പേടിയാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ കാണുന്നത് ടിവിയിലൂടെ മാത്രമാണ് അല്ലേ? യെസ്. അപ്പം അവരുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് വന്ന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവർ ആ സെൻസിൽ എടുക്കുള്ളൂ. പക്ഷെ ഇവർക്ക് ഇനി വല്ല ഫീൽ ആയാലോ. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ അതിപ്പോ നവ്യ ഞങ്ങളെ പോലെ ആയി ഇവിടെ. അതല്ല ഇതിലെ ഈ ഫീലായ കാര്യമൊക്കെ ചോദിച്ചപ്പോഴേ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാർ മാജിക്കിൽ ഒരു സ്കിറ്റ് കണ്ടിട്ടാണ് ഒളിമ്പിക്സിലേക്ക് പോയെന്നൊക്കെ. സത്യമാണോ? അതെ സത്യമാണ്. കാരണം കാരണം നമുക്ക് അന്നൊരു ക്രൂഷ്യൽ മാച്ചാണ്. ജയിച്ചു കഴിഞ്ഞാൽ മെഡൽ, തോറ്റു കഴിഞ്ഞാൽ ഒന്നുമില്ലാണ്ട്. അതെ ശരിക്കും ആ ഒരു സമയത്ത് അത് മാച്ചിന് മുമ്പുള്ള ടൈം ഓവർ തിങ്കിങ് എന്ന് പറയും. അതായത് നമ്മൾ ഗെയിമിനെ കുറിച്ചും ഗെയിമിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ഇനി പറ്റിയില്ലെങ്കിലോ ദൈവമേ നാട്ടുകാരെന്ത് പറയും, മെഡൽ അതും ഒളിമ്പിക്സ് മെഡൽ നഷ്ടമാവുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം സാധാരണ സിനിമകൾ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറെ ഇൻസിഡൻസ് ഉണ്ടാവും, നെഗറ്റീവ് എല്ലാം ഉണ്ടാവും, വിഷമിക്കുന്ന കുറെ സീനുകൾ ഉണ്ടാവും. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ അന്ന് കണ്ടത് നരന്റെ സ്കിറ്റ് ആയിരുന്നു. നരന് തങ്കു വന്നിട്ട് മധുവായിട്ടൊക്കെ അഭിനയിച്ചു വന്നൊരു സീൻ. അപ്പം അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ചിരിക്കാം, ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പം നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും കണ്ണടച്ചിരുന്ന് ചിരിക്കാം. പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് മാറും, നമ്മുടെ ആ തിങ്കിങ് പ്രോസസ്സിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പോ ഇത് നമുക്ക് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ആ ഒരു ഒളിമ്പ്യനാണ് ശരിക്കും പറയണത്. അതായത് ഗെയിമിലേക്ക് തൊട്ട് മുമ്പ് ആ ഒരു ഡിസ്ട്രാക്ഷൻസും ടെൻഷൻസും ഫ്രസ്ട്രേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്കിറ്റ് കണ്ടിട്ടാണ് ആ ഒരു ക്രൂഷ്യൽ പ്ലേയിലേക്ക് പോയത്. വെറുതെ അല്ല, എല്ലാ ഐശ്വര്യം ഉണ്ടായത്. താങ്ക് യു സോ മച്ച്. സ്കിറ്റ് കണ്ടതായാലും നന്നായി, പാട്ട് കേൾക്കാൻ ഭാഗ്യമാണ്. ആ പാട്ടെങ്ങാനും കേട്ടിട്ടാ പോയായിരുന്നെങ്കിൽ പൊന്നു മോനെ. ശരിക്കും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇപ്പൊ മെയിലായിട്ടും അല്ലെങ്കിൽ അഭിപ്രായങ്ങളായിട്ടും പറയാറുണ്ട് ഒരു ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ ആണ് എന്നുള്ളത്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ. പക്ഷെ ഒരു ഒളിമ്പ്യൻ വന്നത് പറഞ്ഞപ്പോൾ ഇതിലും മികച്ച ഒരു അഭിപ്രായം നമുക്ക് കിട്ടാനില്ല, അല്ലെങ്കിൽ ഒരു വേർഡ് നമുക്ക് കിട്ടാനില്ല. സോ മച്ച് ഓണേർഡ് എന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈറ്റ് വെച്ചിട്ട്, ഈ വെയിറ്റ് വെച്ചിട്ട്, ഈ ലുക്ക് വെച്ചിട്ട് സിനിമ അഭിനയം ഇഷ്ടമാണോ? എന്തിനാ ബാക്കിയുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിടുന്നേ? അല്ല ഒരുപാട് കഞ്ഞി ഉണ്ടല്ലോ. ഒരുപാട് കഞ്ഞി ഉണ്ടല്ലോ. അതായത് ഒരുപാട് പേരുടെ കഞ്ഞിയിൽ പാറ്റിട്ടുള്ള കാര്യം. ചേച്ചി കൊറേ കഞ്ഞി ചേച്ചി ഒന്ന് പേടിച്ചല്ലേ? സിനിമയുടെ കാര്യമുണ്ട്, ഒരുപാട് കഞ്ഞി ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ. സിനിമ നമുക്ക് കാണുക, ആസ്വദിക്കുക, അത്രയും. എന്നാലും ചെറിയൊരു ആഗ്രഹം ഇല്ലാതില്ലല്ലോ. ഒരിക്കലില്ല. ഞാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഹോക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ എക്സാക്ട്ലി. അപ്പം സിനിമ എന്നുള്ളത് അതിന് കഴിവുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്യട്ടെ. നമ്മൾ കയറിയത് കൊളാക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളെപ്പോലുള്ളവർ സിനിമ കാണുന്നു, എൻജോയ് ചെയ്യുന്നു. പിന്നെ കൂടുതലും ചിരിക്കുന്ന സിനിമകൾ നിങ്ങൾ കൂടുതൽ ചെയ്യുക. കാരണം ഒന്നാമത്തെ ജീവിതത്തിൽ ടെൻഷനുണ്ട്, അതിനിടയ്ക്ക് ഇനി അടുത്തൊരു സിനിമയുടെ കാണുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നം. എനിക്കൊക്കെ ആകെപ്പാട്ടിലൊരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ കരിയർ ബിഗിൻ ചെയ്ത സമയത്ത് ഒരുപാട് തമാശ സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി.
ഞാനിപ്പോ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പാണ്ടിപ്പടി കല്യാണമൊക്കെ സലീമേട്ടൻ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കരുത്, ഞാൻ തന്നെ ഈ സലീമേട്ടന്റെയും ഹനീഫ്കയുടെയും ഇവരുടെ അല്ലെങ്കിൽ ഒക്കെ കോമഡി നസനങ്ങളുടെയും അമ്പിളി അങ്കിളിന്റെയും ഒക്കെ കോമഡികൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് നമ്മൾ നേരം പോക്കിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ കുറെ പഴയ സിനിമകളാണ്. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ പറയാനുള്ള സിനിമകൾ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇഷ്ടപ്പെട്ട നടനാരാ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? അത് ചോദിക്കരുത്, ചുമ്മാ പ്രശ്നമായി കളയാം. കാരണം അതാവാൻ വേണ്ടിയാ ചോദിച്ചത്. ഇപ്പോഴത്തെ നടന്മാരെല്ലാവരും നമുക്ക് ഇഷ്ടമാണ്. അവര് ചെയ്യുന്ന ഓരോരോ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം ആ ക്യാരക്ടറിനോടാണല്ലോ. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ എല്ലാ നടന്മാരും ഇഷ്ടമാണ്. അതെ, തമിഴിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ടീമിനെ തന്നെ ഇഷ്ടമാണ്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാ നടന്മാരും ഇഷ്ടമാണ്. രജനി സാറ് പോലെ, കമൽ സാറ് പോലെ, വിജയ് സാർ പോലെ എല്ലാവരെയും ഇഷ്ടമാണ്. നാട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പം മമ്മൂക്കയും മോഹൻലാലും നമുക്ക് എല്ലാ മലയാളിസിനും രണ്ട് കണ്ണ് പോലെയാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പൃഥ്വിരാജ് ഉണ്ട്, അല്ലെങ്കിൽ ടൊവിനോ തോമസ് ഉണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്, DK ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്ലേവറാണ്. നമുക്ക് ഏതാണോ ഇഷ്ടം നമ്മളത് എൻജോയ് ചെയ്യുന്നത്. ഈ ഒളിമ്പ്യനുള്ള ടൈറ്റിൽ കിട്ടിയതിന് ശേഷം മെഡലൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അവരെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വാല്യുബിൾ വേർഡ്സ് എന്തായിരുന്നു അറിയാനുള്ള കൊതി കൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഹോക്കി എന്നൊരു ഗെയിം നിങ്ങൾക്കെല്ലാം പുതിയതായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ ഹിസ്റ്ററി വെച്ചിട്ട് രക്തത്തിലുള്ളൊരു ഗെയിമാണ്, ഇന്ത്യൻസിൻ്റെ രക്തത്തിലുള്ളൊരു ഗെയിമാണ് ഹോക്കി. അപ്പം പ്രൈം മിനിസ്റ്റർ പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യം, അദ്ദേഹം പറഞ്ഞത് ഏതൊക്കെ ഈവെന്റിൽ നമ്മൾ മെഡൽ കൊണ്ടുവന്നാലും ഹോക്കിയിൽ മെഡൽ വന്നില്ലെങ്കിൽ അതിനൊരു തൃപ്തിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നിയൊരു മൊമെന്റ് അതായിരുന്നു. പിന്നെ എല്ലാവരുടെയും ക്യൂരിയോസിറ്റി എന്തായിരുന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല, നീ എങ്ങനെയാണ് പോസ്റ്റിന്റെ മേളിൽ കയറിയത്? അതായിരുന്നു എല്ലാവരും ഒരു ക്യൂരിയോസിറ്റി. ഞാൻ എങ്ങനെയാണ് പോസ്റ്റിന്റെ മുകളിൽ കയറിയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്യുപ്മെന്റ് ഞാനിടുന്ന ഇവിടെ ഫോട്ടോ കണ്ടല്ലോ, ആ ഒരു എക്യുപ്മെന്റ്സ് ഞാൻ കഴിഞ്ഞൊരു 21 വർഷമായിട്ട് എൻ്റെ ശരീരത്തുള്ളതാണ്. അപ്പം നമുക്കെല്ലാം ഈ ഉടുപ്പിടുന്ന എങ്ങനെയാണോ അത്ര തന്നെയാണ് എനിക്ക് അത് ഫീൽ ചെയ്യത്തുള്ളൂ ഈ ഒരു എക്യുപ്മെന്റ്സ്. അപ്പം ഇത് വച്ചിട്ട് ആ ഗോൾ പോസ്റ്റിന്റെ സൈഡിലൊരു ചെറിയൊരു ബാറുണ്ട്. ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡാണത്. ആ ബോർഡിൽ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ബാർ കിട്ടും. ക്രോസ് ബാറിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളി ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ് മതിൽ ചാടാൻ, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ പഠിച്ചവർക്ക്. അപ്പം നമുക്കറിയാലോ. പിന്നെ അറിയാതെ ഇതേ നമ്മളൊക്കെ തുറന്നു പറയുന്നു, ഇവരൊക്കെ ഉള്ളിൽ വെക്കുന്നത്. അതെ, നാട്യം. അപ്പം അങ്ങനെ നമ്മൾ മതിൽ ചേർന്ന പോലെ ആ ക്രോസ് ബാറിൽ പിടിച്ച് പുഷ് ചെയ്യുന്നു, മേളിൽ പോയി ഇരിക്കുന്നു. അത് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് അത്ഭുതമായിട്ട് അങ്ങ് തോന്നി. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ശരിക്കും ഒരു ഹിസ്റ്ററി തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ്. നമ്മൾ ക്ലൈമാക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ വേർഡ്സ് ഭയങ്കര വാല്യുബിൾ ആണ്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത അംഗം. ചാട്ടടി വേണോ? തോറ്റത് പെൻഷന്റെ ടീമാണല്ലോ. ഒളിമ്പിന്റെ അടിങ്ങനെ ഞാൻ കൊള്ളും, അതുപോലെ. അത് ശരിയാണ്. നമ്മൾ ടീമായിട്ട് ടീമായിട്ട് അടി കൊള്ളാൻ പോകണോ? ശ്രീജേഷിന്റെ അടി കൊള്ളാൻ പോകണോ? കാരണം ഞാൻ ഒരു തോക്കുമ്പോ ടീമിന് ഇട്ടിട്ട് പോകുന്ന ഒരു ലീഡർ അല്ല. ഇത് പലരും മനസ്സിൽ വെക്കണം. പക്ഷേ ഒളിമ്പ്യനെ ചാട്ടയടി അടിക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മുടെ ഇവിടുത്തെ ഡിസിഷനാണ്. അതും കൂടെ ഇങ്ങോട്ട് ലഡുവിന് കിട്ടുമെന്നൊരു ടെൻഷൻ. ഒളിമ്പിന് വേണ്ടി ഞാൻ തന്നെ ഉള്ളൂ. അതെനിക്ക് വിഷയം. അത് എന്റെ ഇന്ത്യക്ക് വേണ്ടി കൊള്ളുന്ന ഫീലിന് ഞാൻ സന്തോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാത്രം അപ്പൊ ഒളിമ്പിന് വേണ്ടി ഇന്ന് തല്ല് കൊള്ളാനുള്ള നല്ലൊരു ദിവസമായിട്ടുണ്ട്. ക്യാപ്റ്റന്റെ ആ ഒരു സ്പിരിറ്റിനെ നമ്മള് അല്ല ഇന്ത്യക്ക് വേണ്ടി തല്ലപ്പോ സാധാരണ ദിവസം എന്തിനു വേണ്ടി? ഞാൻ കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഒക്കെ ഞാൻ ചെറുതായിട്ട് താഴുമ്പോ ഡയറക്ടർ ഉൾപ്പെടെ കൈയടിക്കണം. പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷം. കൈയടി ഏറ്റവും കൂടുതൽ വരുന്ന അവിടെ നിന്നാ. അപ്പൊ ഇനി നമ്മൾ ചാട്ടടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ജയിച്ചിട്ടുള്ള ടീം എന്ന് പറയുന്നത് നവചേച്ചിയുടെ ടീമാണ്. സോ ഇനി ചാട്ടവാർ ഇതുവരെ അതും യൂട്യൂബിലും ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ദീപ കാണിച്ചിട്ട് ഗാഡ്ജറ്റ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ മൈജി. അതായത് ഇനി പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് മോഡൽ ഗാഡ്ജറ്റുകൾ മുൻകൂർ പണമടയ്ക്കാത്ത രീതിയിൽ മൈജിയിലൂടെ EMI സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ. അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നിബന്ധനകളോട് കൂടിയിട്ടാണ് നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ സാധിക്കുക. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗൃഹോപകരണങ്ങൾക്ക് 2.5 വർഷം വരെ കാലാവധി. ഈ ഒരു കാലാവധിയിൽ നിങ്ങൾ ലോൺ അടിച്ച് തീർക്കാനുള്ള ഒരു സൗകര്യമാണ് മൈജി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സ്വപ്നത്തിൽ ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് ഉണ്ട് അത് സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ നേരെ പർച്ചേസ് ചെയ്തോളൂ മൈജിയിൽ നിന്ന്. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. മൈജി, സൗത്ത് ഇന്ത്യസ്
ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. ശ്രീജേട്ടൻ പറഞ്ഞ പോലെ നമ്മളിനി നേരിട്ട് കാണാൻ പോവാണ് ഈ ചാട്ട എങ്ങനെയാണ്, ചാട്ടയടി എങ്ങനെയാണ് അടിക്കുന്നത്. നമ്മുടെ ആചാരം കാണിച്ചിരട്ടെ പ്ലീസ്. അപ്പം ജയിച്ച ടീം എന്ന് പറയുന്നത് സുധിച്ചേട്ടന്റെ ടീമാണല്ലോ. അതങ്ങനല്ലേ വരൂ. അതേ വരൂ. Yes. പാടാ, നീ ഇതുവരെ കിട്ടിയിട്ടില്ല. അയ്യോ ബാബേട്ടൻ വന്നു. നിർമ്മല കുമാരാ ഇവിടെ വന്നു. ബാബേട്ടാ നിങ്ങളെന്തിനു വെറുപ്പിക്കലാണ് ബാബേട്ടാ? എടാ, നിനക്ക് ഈ സംസാരിക്കുന്നതിന് സ്ക്വയർ ഫീറ്റിനാണോ ശമ്പളം? നീ ഒന്നും മിണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉണ്ട്. ഇനി നീ മിണ്ടിക്കോളും, തിരിഞ്ഞില്ലേ? സുധീറിനോടുള്ള ആരാധന മൂത്തൊന്നും പറയാൻ പറ്റും. നിർമ്മലേ, എന്നോട് ഒന്നാമത് പുള്ളി ഇത്ര മൂത്ത് നിൽക്കുന്നത്, അവിടെ ആരാധനയുടെ മൂത്ത് ഞാൻ എന്ത് മൂത്ത് നിൽക്കുന്നടാ? എന്ത് മൂത്ത് നിൽക്കുന്ന ഞാൻ? അതല്ല ഞാൻ നിർമ്മലേന്ന് വിളിച്ചപ്പോ ഷിയാസ് നോക്കാം. നിർമ്മല ഏതാണ്? ഇനി അത് വിളിക്കണ്ട. മൂത്തല്ല നിക്കുന്നേ, പൂത്ത് നിൽക്കുക. പൂത്ത കോമഡി കൊള്ളാം. പൂത്ത കോമഡി കൊള്ളാം. പൂപ്പൽ കോമഡി കൊള്ളാവടാ. ഇത് അടിമാലിക്ക് വേണ്ടി ഒരു ലഡ്ഡു അടി. സുധീറിന്റെ വാവ സുഖമായിരിക്കില്ലേ വീട്ടില്? അപ്പൊ പിന്നെ നീ തിരിഞ്ഞില്ലേ? ചോദിച്ചു പറയണേ. അടിമാലിക്ക് വേണ്ടി അത് കറക്റ്റ് കണ്ണിലും കൊണ്ട് ഈ അടി ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. റമ്മടി ഒരിക്കലും ഇന്ത്യ ഡെഡിക്കേറ്റ് ചെയ്യില്ല. കമ്മറ്റിക്കാര് പറഞ്ഞ ഒരു മിനിറ്റ് പാടുള്ളന്നാ. സുധീറിനെ പ്ലീസ്, സുധീറിനെ പ്ലീസ്. തരാൻ പോന്നേ ഉള്ളടാ സപ്പോർട്ട്. പുതിയ അടിച്ച ഗ്ലാസ് പോലും ആരും എടുക്കാറില്ല. നിന്റെ ഭാവി പോയടാ. സുധിച്ചേട്ടൻ എന്നത് 8 ചിരി. പേടിയുണ്ടോ? ഇഷ്ടമായിരുന്നു, ഇപ്പൊ പേടിയായി. പേടിക്കണ്ട, നല്ല വേദന. എടാ, ഒരു ഉറുമ്പ് കടിക്കണ വേദനേ ഉള്ളൂ. ചില വലിയ തലയുള്ള സൈസ് ഉറുമ്പില്ലേ? എന്തിനാ പോലെ അടി എന്ന് പറഞ്ഞ അങ്ങനെ. നിർമ്മലേ, ഇപ്പൊ നിനക്ക് ഒരു 10-12 ക്യാമറ വെച്ചേക്കണതേ. ഇപ്പൊ നിനക്ക് ഒരു കാര്യം മനസ്സിലായ? നിന്നെ ഈ ടീം മാറ്റി എന്തിനാന്ന്? സുധീണ്ട കാര്യമായിട്ടോ പെയ്യ അടിയോട്ടോ. നിർമ്മലല്ലേ നമ്മുടെ ഇറക്കാനല്ലേ? നിർമ്മലാണ്. അതാ അണ്ണ ഇതിന്റെ കൈ എത്ര ഊക്ക് കൊടുക്കുന്നേ? സുധിച്ചേട്ടൻ ഈ പ്രശ്നം ഉണ്ടായിരുന്നതല്ലോ. സാധാരണ ഈ അടിക്കാൻ വന്നു കഴിയുമ്പോ ഇത്രയും ഷോ ഉണ്ടായിരുന്നില്ല. സാധാരണ ഫിനിഷിന്റെ പരിപാടിയായിരുന്നു. ആദ്യമായിട്ട് അടി കൊള്ളുന്ന അതാണ്. ഇന്ന് ഷോ കാണിക്കാൻ അസീസ് ഇല്ല, അതുകൊണ്ടാ. തിരിഞ്ഞിക്കടാ, ക്യാമറ കാണട്ടെ. നിർമ്മല പറയാ, വീട്ടിൽ കിട്ടണ പേടിച്ച് നോക്കി ഇതൊന്നും ശ്രീവിദ്യ പ്രോപ്പർട്ടി. അല്ല, ഞങ്ങൾ എപ്പിസോഡ് ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് കയറ്റി വെക്കാനുള്ള സാധനം ഉണ്ട്. ലാസ്റ്റ് നിങ്ങളൊക്കെ അടിക്കുമ്പോ എപ്പിസോഡ് ഇറങ്ങൂലേ? ഇപ്പഴേ കയറ്റി കയറ്റി വെക്കണോ? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ പപ്പം കൂടാൻ പറയും. ചെറിയൊരു സന്തോഷം. നീ അടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് കരുതി എന്റെ ഞരമ്പങ്ങാനും ചതച്ചിട്ടാ. ഞാൻ എന്നാ പറയാനാ ചേട്ടാ, 1.5 കൊല്ലായിട്ട്. ചേട്ടാ, ഞാൻ ചേട്ടന് ഡെഡിക്കേഷൻ തരാം. ചേട്ടൻ വന്നത് മുതൽ എന്റെ അടുത്ത് ചോദിക്കാ, ഇങ്ങനെയാണ് ഞാൻ അടിച്ചടിച്ചെന്റെ വിനിച്ചേട്ടനെ കേരളം മുഴുവൻ അറിയിച്ചത്. ടോക്കിയോ വരെ ഞാൻ എത്തിച്ചു, ഒളിമ്പിക്സ് വരെ നമ്മളെത്തി. നമ്മള് നീ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞു? നിനക്ക് മദ്യ കോമഡി അല്ലാതെ ഒന്നുമില്ല. നിന്റെ മുഖത്തൊക്കെ ജൂവലറി വേറെ എവിടെയെങ്കിലും നോക്കി നല്ലൊരു കോമഡി പറ. ഒരു ഒളിമ്പ്യനാ വന്ന് നിക്കണേ. അലമ്പനല്ല നിക്കണേ. നിന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ ഇനി തൊട്ട് പഴം കേക്കിന്റെ കോമഡി പറയാം. കേക്കിന്റെ പറ. എന്നാ നിന്റെ മുഖത്തൊക്കെ കോമഡി ഞാൻ നാളെ പറയാം. അതാകുമ്പോ കറക്റ്റ് ചേരും. നിനക്ക് ആ ഡൊമക്സിന്റെ ഫിഗറും ഉണ്ട്. വന്നിട്ട് ഇങ്ങനെ പോണ ഒരു ഡൊമക്സ് ഇല്ല, അതിന്റെ ഫിഗർ ഉണ്ട്.
നീ കറക്റ്റ് ആയിട്ട് ഫിഗറും നടത്തും എല്ലാം കറക്റ്റ് ആയിരുന്നു അടിമാലി. ഞാൻ നടക്കണ എപ്പോഴും കണ്ടു പഠിക്കാറുണ്ട് അതാ. Ready, 1, കൊടുത്തോ 2, 3, go. നാപ്പത്താറ് ഡ്രസ് ഇട്ടോണ്ട് വരും ഒരുമിച്ച്, അതിനകത്തിട്ട് അടിച്ചാ ഏക്കത്തില്ല. എടാ 46 അത് നിന്റെ കണ്ണിന്റെ ആ നോട്ടത്തിന്റെ വീക്ഷണത്തിന്റെ പ്രശ്നം. 46 എന്നല്ല പറഞ്ഞുള്ളൂ. ടീമല്ലേ ദൈവം എന്നെ എവിടെ ഉന്നം മാറി എവിടെ തല്ല് കൊടുക്കുമെന്തോ. ഷിയാസെ വാടാ മോനെ, പാലുമ്പളം തരാടാ. വാടാ ഇവിടെ നിക്കടാ. എനിക്ക് മധുരം മതിട്ടാ, ഡയറ്റ് ആണെന്ന്. ഈ അടി വേറെ ആർക്കും വേണ്ടിയല്ലട്ടാ. സുഖമില്ലാത്ത രണ്ട് കുട്ടികളുടെ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ലാസ്റ്റ് പ്രകടനം. ഇനി 10 മിനിറ്റ് അടിക്കൂല കേട്ടോ. ഇവിടെ 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 ഇവിടേക്ക് ഈ പോയിന്റില് പറയുന്നിടത്ത് ഗ്യാസൊക്കെ വെളുത്തുള്ളിക്ക് കണ്ണാടി വെച്ച പോലെ ഇല്ലേ? വെളുത്തുള്ളി കോമഡി സൂപ്പർ. അവനെ തൊട്ട് എന്റെ അടുത്ത് ഷിയാസ്ക ഞാൻ വെളുത്തുള്ളി കണ്ണാടി വെച്ചത് പറഞ്ഞോട്ടെ ചോദിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഒന്ന് പറയണീന്ന് പറഞ്ഞു. ആ വെളുത്തുള്ളിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭാഗം വെളുത്തുള്ളി കേട് വന്നു. എന്റെ അമ്മ അനു ഇത് എവിടെ നിന്ന് കിട്ടിയത്? ആരെ പറഞ്ഞത്? പഴുതാര മാത്രമല്ല അതിന് റിഹേഴ്സലും ഉണ്ട്. അടിച്ചോട്ടെ, ഞാനൊന്ന് അടിച്ചോട്ടെ. ആ പയ്യനെ അടിക്കാൻ ബെമ്പലുണ്ട്. ഉയർന്ന് അടിക്കാൻ വെച്ചേക്കണവരാ നിക്ക. ബിനീഷ് പിന്നെ എന്തായാലും ശ്രീജേഷ് ബിനീഷിന്റെ പാട്ട് കേട്ടിട്ടില്ല എന്നല്ലേ പറയണേ? അപ്പൊ വേണോ ശ്രീജേഷ്? നമ്മള് ഇന്ത്യനെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണോ? ഇത്രയും നേരം ശ്രീജേഷിന് നമ്മളോടൊക്കെ ഒരു ചെറിയ ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ നമ്മൾ ആ മറ്റേ പാട്ടൊക്കെ പാടിയില്ലേ, അതായത് ഈ നഴ്സറി റൈം പോലെ ആ ഒരു സംഭവങ്ങളൊക്കെ പാടില്ലേ, അത് പാട്ടിയ എല്ലാ പാട്ടുകളും ബിനീഷ് താളത്തിലാ പാടിയത്. അതുള്ളൂ. അവൻ അവിടെയാണ്. അവൻ വന്നിട്ടില്ല, വെള്ളിലേക്ക് വന്നിട്ടില്ല. അവൻ അവിടെ നിൽക്കുക. പാട്ട് കേൾക്കണമെന്നുള്ള ആഗ്രഹം നിൽക്കണം എന്നുള്ളൂ. ഇല്ല വേണ്ട. അപ്പൊ കേട്ടിട്ടുണ്ട്. അവന് ഏറ്റവും ഇഷ്ടമാണ് കടുക് പൊട്ടിച്ച ഉപ്പുമാവ്. അതെനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? ഇഷ്ടമല്ല. അത്ര ഇഷ്ടമല്ല. നഴ്സറി പോകണം നിനക്ക് എന്താ ഇഷ്ടമല്ലേ? ഞാൻ പോയിക്കാറില്ല. അതുകൊണ്ടാ. ഉപ്പോ അടിച്ചിട്ട് വാ. ഈ അടി വേറെ ആർക്കും വേണ്ടിയല്ല ഡെഡിക്കേറ്റ് ചെയ്യണത്. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 1, 2, 3. കറക്റ്റ് ആയിട്ട് കാല് പിടിച്ചു ഷിയാസ്. കറക്റ്റ് കാലത്ത് തന്നെ പിടിച്ചു. കയ്യിലും മയക്കിരിക്കാറുണ്ട്. പൊറോട്ടയൊക്കെ മുറിച്ചിട്ട് ചാറിൽ മുക്കി അടിക്കാൻ ആദ്യം പറഞ്ഞ ഇവിടെ കൊടുത്തിട്ട് രണ്ടാമതാ ഇവിടെ. ഞാൻ ചാറിൽ മുക്കി ഒരു അടിയെ കളിക്കട്ടെ. അനു വാ എന്റെ പൊന്നുമോള് വാ. സത്യം പറഞ്ഞ ഇത് ഗെയിമിൽ തോറ്റതിനോ അല്ലെ വ്യക്തിപരാഗം കൊണ്ടൊന്നുമല്ല. ഇത് എന്തിനു വേണ്ടിയാണ്? ആ വെളുത്തുള്ളിയുടെ കോമഡിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാം. വെളുത്തുള്ളിയുടെ താഴത്തേക്കുള്ള കോമഡി അല്ലടാ. താഴത്തെ മേളത്തെ കോമഡി നല്ലായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഡയാനല്ല ഞാൻ അടിക്കുന്നത്. ഒറ്റ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സ് നടന്ന ഏത് രാജ്യത്താണ്? പറഞ്ഞല്ലോ ജർമ്മനിയിലാന്ന്. ജപ്പാനോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ന്യൂയോർക്കാണെന്ന്. അവിടെ മൂലമറ്റത്താന്ന് പറയാതിരുന്ന നേരത്തെ നീ തെറ്റിച്ച് പറഞ്ഞില്ലേ? അതിന്റെ പേര് നട വളരാ. എന്നിട്ട് ആ വെളുത്തുള്ളി കോമഡിക്ക് വേണ്ടിയേ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാക്കെല്ലാം കൊണ്ടിട്ട് പിന്നെ എന്നെ അടിക്കത് സമ്മാനദാനമുള്ളേ. ഓക്കെ എന്റെ ദൈവം അങ്ങനെ ഒപ്പിച്ചടാ. അടുത്താളെ നീ സുധീനേക്കാളും വലിയ അടിക്കാരനാണ്. അനുവിന് വേനിച്ചോ? നല്ല നടു തളർന്നു പോയുള്ളൂ. ഈ പണ്ട് രാജസ്ഥാൻ ഉടുമ്പിനെ വിൽക്കാൻ തന്നെ കുറെ മറ്റേ രാജസ്ഥാൻകാരുണ്ടായിരുന്നു. ഈ അര മുറിഞ്ഞിട്ട് ഈ അര തളർത്തിയിട്ടൊക്കെയാണ് ഈ ഉടുമ്പിന്റെ. അതേപോലെ എനിക്ക് മാത്രം അടിയിട്ടില്ല. എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. ബെസ്റ്റ് പെർഫോമർ ആസ് യൂഷ്വൽ നമുക്ക് അറിയുന്ന പോലെ വരിക, ജിംഗനംബർ അടിക്കുക. സോ ഇന്ന് നമ്മുടെ ബെസ്റ്റ് പെർഫോമറായി നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഒളിമ്പ്യൻ പത്മശ്രീ PR ശ്രീജയ്. പണ്ട് സ്കൂളില് 4ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് അവസ്ഥ. ഒരു അവസരം അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഉച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി. എന്നാ താളത്തിലടിച്ചോ. അടി ശ്രീജേട്ടെ കൂട്ടമടി. കഞ്ഞി ഇവിടെ റെഡി. Yes, please. ഇത്ര താളത്തില് കറക്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഒരാള് അതടിക്കുന്നത്. എക്സ്പീരിയൻസ് ആണത്. അല്ല ശരി, മണിയടി കഴിച്ചു. ഇനിയിപ്പോ കഞ്ഞി റെഡി. നമുക്ക് എല്ലാവരും വളരെ കുടിക്കുക, ഫ്രീ ആവുക. So once again
താങ്ക് യു സോ മച്ച് ശ്രീജേഷ് ഫോർ ജോയിനിങ് അസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇനി അടുത്തത് ഗോൾഡൻ മെഡൽ ആയിട്ടായിരിക്കും അല്ലെ ഈ ഒരു വേദിയിലേക്ക്. എല്ലാവിധ പ്രാർത്ഥനത കേരളക്കര മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ കൂടെ ഉണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് വിഷസ്. അപ്പം ഒരു ഒളിമ്പ്യൻ നമ്മുടെ ഈ ഒരു വേദിയിൽ വന്നപ്പോൾ ശരിക്കും സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു ചരിത്ര നിമിഷം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ 12K സ്റ്റാറുടെ ഈ ഒരു ഫീല് തന്നെ കാണുമ്പോഴല്ലോ വി ആർ സോ മച്ച് പ്രൗഡ് എന്ന് വേണം പറയാനായിട്ട്. സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടന്റെ ഈ ഒരു സാന്നിധ്യം നമുക്ക് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ബുക്സിൽ ശരിക്കും ഒരു താളായിട്ട് എടുത്തു വെക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലീസ് ഇതിലൊന്ന് നമുക്കൊരു ഓട്ടോഗ്രാഫ് വരാമോ? ഒളിമ്പിക്സ് വേദിയുടെ ആ ഒരു ധന്യമുഹൂർത്തം ഒന്നും കൂടെ നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ ഒന്നും കൂടെ എടുക്കുകയാണ്, ഒന്ന് റീകളക്ട് ചെയ്യുകയാണ്. യൂട്യൂബിൽ ആ ഒരു പോർഷൻ നമുക്ക് ചെറുതായിട്ടൊരു വീഡിയോ ക്ലിപ്പായിട്ട് കിട്ടിയതാണ്. മൊമെന്റ് ഈ വേദിയിൽ ഒന്ന് പറയാമോ? ഇപ്പം ഈ കാണിച്ച എല്ലാവരെയും പറ്റി. അച്ഛനാണ് കൈകൊട്ടിക്കൊണ്ടിരുന്നത്. അടുത്ത് നിന്ന് വൈഫ്, പുറകിൽ നിന്ന് അമ്മ, ഇടതുവശത്ത് ചാടിക്കൊണ്ടിരുന്നത് മോളാണ്. മോൻ അതിനുശേഷം വന്ന് ചാടുന്നത് മോനുമാണ്. ബാക്കി വൈൻഡപ്പിലുണ്ടല്ലോ ഒരു എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു പോയി. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക്സ്. എന്താണ് ഫൈനലി നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിൽ വന്നു പെട്ടെന്ന് ജെല്ലായി? നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും ഹംപിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒളിമ്പ്യൻ ആണോ ഈ വേദിയിലേക്ക് വരാൻ പോണേന്നുള്ളത്. നമ്മുടെ കൂടെ വന്നപ്പോൾ എന്താ തോന്നിയത്? ശരിക്കും പറഞ്ഞ നിങ്ങളെ ഇത്രയും കഴിഞ്ഞ 1.5 വർഷമായിട്ട് കാണുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കാണുന്ന മുഖങ്ങളാണ് ഇതെല്ലാം. എല്ലാവരും വളരെ ഈസി ആയിട്ട് നിങ്ങളായിട്ട് ജെല്ല് ചെയ്യാനും സംസാരിക്കാനും വളരെ കംഫർട്ടബിൾ ആണ്. നിങ്ങൾ ഇത്രയും നാൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇനിയും ചിരിപ്പിക്കുക. ഇനിയും എന്നെപ്പോലുള്ള ഒത്തിരി സ്പോർട്സ് താരങ്ങളുണ്ട് നിങ്ങളുടെ ഈ പരിപാടി കാണുന്നത്. അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക, അവരുടെ ടെൻഷനുകളിൽ നിന്ന് മാറ്റുക, അതോടൊപ്പം വീണ്ടും വിളിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും വിളിക്കും. അന്നും ഈ ഒരു പ്രസൻസ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഒളിമ്പിനോടൊപ്പം സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ അഭിമാനത്തോടു കൂടി ഒരു സല്യൂട്ടോടു കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പ്ലീസ് ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു അല്ലെങ്കിൽ എപ്പിസോഡ് ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചല്ലേ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ഈ മാസ്റ്റർ പ്രസൻസ് Can We Online English Star Magic. Bye bye.